ഇനി നമുക്ക് വേറൊരു ചോദ്യം നോക്കാം. ആദ്യത്തെ 10 ടേമുകളുടെ സമം, മറ്റൊരു സീക്വൻസ് 2, 5, 8 എക്സെട്ര. ഈ സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം 3 തന്നെയാണ്. 3 ആഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ 10 ടേമിന്റെ സമം നമ്മൾ എടുക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് സീക്വൻസിനും ഈ സീക്വൻസിനും ഉള്ളൊരു പ്രത്യേകത എന്താ? എല്ലായിടത്തും 3 ആണ് അവിടുത്തെ കോമൺ ഡിഫറൻസ്. ആദ്യം നമ്മൾ ചെയ്തത് 3ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന 3, 6, 9 സീക്വൻസ് ആണ്. രണ്ടാമത് നമ്മൾ ചെയ്തത് 5, 8, 11 3യുടെ മൾട്ടിപ്പിളിനോട് 2 ആഡ് ചെയ്ത ഒരു സീക്വൻസ് ആയിരുന്നു. ഇവിടെ 2 കൂടി വന്നപ്പം ഈ സീക്വൻസിന്റെ പ്രത്യേകത എന്താ? നമുക്ക് നോക്കിയേക്കാം. 1 into 3 3. 3ന് എത്ര? 1 മൈനസ് 2 into 3 6. 3യുടെ സെക്കൻഡ് മൾട്ടിപ്പിൾ 2 into 3 6. കോമൺ ഡിഫറൻസിന്റെ സെക്കൻഡ് മൾട്ടിപ്പിൾ 1 കുറച്ചു. കോമൺ ഡിഫറൻസിന്റെ തേർഡ് മൾട്ടിപ്പിൾ 3 into 3 9. 1 കുറച്ചു. അപ്പൊ ഈ സീക്വൻസിനെ നമുക്ക് ഇങ്ങനെ പറയാം: കോമൺ ഡിഫറൻസിന്റെ അല്ലെങ്കിൽ പൊതുവ്യത്യാസത്തിന്റെ ഗുണിതങ്ങളിൽ നിന്ന് 1 കുറച്ചതാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ 10th ടേമിനെ നമുക്ക് എന്ത് വിളിക്കാം? 10 into 3 30. 30 ന്ന് 1 മൈനസ് ചെയ്യുമ്പോൾ എന്താ വരിക? 29. അതാണ് ഇവിടുത്തെ 10th ടേം. ഇനി ഇതിന്റെ സം ഒന്ന് കാണാം. സം കാണാൻ ആദ്യം എന്ത് ചെയ്യാം? നേരത്തെ പറഞ്ഞ പോലെ സം ഓഫ് എ പെയർ, ഒരു ജോഡിയുടെ സം എടുക്കാം. അപ്പൊ എന്താ? 2 + 29. ആദ്യത്തെ ടേമും ലാസ്റ്റ് ടേമും കൂടെ ആഡ് ചെയ്തു. അപ്പൊ എത്ര കിട്ടാ? 31. 10 ടേബിൾ. അപ്പൊ എത്ര പേരുണ്ടാവും? 5 പേരുണ്ടാവും. അപ്പൊ എത്ര 39 ഉണ്ടാവും? 31 ഉണ്ടാവും. 5 31 5 31 ഉണ്ടാവും. അപ്പൊ സം എന്ന് പറയുന്നത് എത്രയാ? 31 5 ടൈംസ് ഉണ്ടാവും. 10 എണ്ണത്തെ പേരാക്കുമ്പോൾ 5 31 ഉണ്ടാവും. ഓരോ പേരിന്റെയും സം, ഓരോ ജോഡിയുടെയും സം. അപ്പൊ എത്ര വരും ഇത്? 155. ഇനി ഇതേ സീക്വൻസ് നമുക്ക് നാച്ചുറൽ നമ്പേഴ്സിന്റെ സം എന്ന് പറയുന്ന ഐഡിയ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാൻ നോക്കാം. നാച്ചുറൽ നമ്പേഴ്സിനെ സംഭവിച്ചിട്ട് ഇതേ സീക്വൻസിന്റെ സംഭവം നമുക്ക് ചെയ്തു നോക്കാം. അപ്പൊ ഇവിടെ നമുക്ക് 2നെ നമ്മളിവിടെ പറഞ്ഞു 2 എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസിന്റെ ഫസ്റ്റ് മൾട്ടിപ്പിളിൽ നിന്ന് 1 മൈനസ് ചെയ്യണം. അപ്പൊ ഇതിനെ എന്ത് ചെയ്യാം? കോമൺ ഡിഫറൻസിന്റെ ഫസ്റ്റ് മൾട്ടിപ്പിൾ 1 into 3 3 minus 1 അതാണ് 2. അടുത്ത ഈ 5 എന്തായിരിക്കും? 2 into 3 minus 1. 8 എന്തായിരിക്കും? 3 into 3 minus 1. അങ്ങനെ പോകുമ്പോ എക്സെട്ര പ്ലസ് 29 എന്താ? 10 into 3 minus 1. നേരത്തെ സീക്വൻസിൽ +2 ആയിരുന്നു, ഇവിടെ ഒന്ന് കുറവാണ്. അപ്പൊ എന്താ സംഭവിക്കുക നോക്കാം. ഇതിനെ നമുക്ക് രണ്ടെണ്ണം ആകാം. 1 into 3 2 into 3 ഒക്കെ ഒന്നിച്ചാക്കാം. 1 into 3 പ്ലസ് അടുത്ത 2 into 3 പ്ലസ് 3 into 3 പ്ലസ് എക്സെട്ര പ്ലസ് 10 into 3 പ്ലസ് ഇനി എന്താ? എല്ലാ ടേമിലും -1 ഉണ്ട്. ഇവിടെ ഒരു -1, ഇവിടെ ഒരു -1, ഇവിടെ ഒരു -1, ഇവിടെ ഒരു -1. ആ -1കളെല്ലാം കൂടി നമുക്ക് ആഡ് ചെയ്യും. -1കളെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര -1കൾ ഉണ്ടാവും? 10 ടേമിൽ എല്ലാ ടേമിലും -1. അപ്പൊ ഇത് എത്ര പ്രാവശ്യം ഉണ്ടാവും? 10 പ്രാവശ്യം ഉണ്ടാവും. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടുന്ന് 3 കോമൺ ഫാക്ടർ ആയിട്ട് ഇതിന് 3 കോമൺ ഫാക്ടർ ആയിട്ട് എടുത്താൽ 3 എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? 1 + 2 + 3 പ്ലസ് എക്സെട്ര പ്ലസ് 10 പ്ലസ് -1. 1ന്റെ കുറവ് 10 പ്രാവശ്യം വരുമ്പോൾ എന്താവും? -10 ആണ്. 1ന്റെ കുറവ് 10 പ്രാവശ്യം ആകുമ്പോൾ -10 ആണ്. ഇനി നോക്കൂ. 3 into 1 + 2 + 3 + 10 വരെ എത്രയാണ്? നമ്മൾ നേരത്തെ പഠിച്ചത് 55 ആണ്. അപ്പൊ 3 into 55 എത്ര വരിക? 3 into 55 വരിക 165. അതിനോട് ആഡ് ചെയ്യേണ്ട ആരെയാ? -10 ആണ്. -10 ആഡ് ചെയ്യുമ്പോൾ എന്താ വരിക? 155. അപ്പൊ ഈ ആൻസർ തന്നെ ഉള്ളൂ. അപ്പൊ ഈ 3 ക്വസ്റ്റ്യനും കൂടി നമ്മൾ നോക്കിയാൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ 3യുടെ മൾട്ടിപ്പിൾ ആയിരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യനോ 3യുടെ മൾട്ടിപ്പിളിനോട് 2 കൂട്ടിയ സീക്വൻസ് ആയിരുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 3യുടെ മൾട്ടിപ്പിളിനോട് 1 മൈനസ് ചെയ്ത സീക്വൻസ് ആയിരുന്നു. ഈ 3 ക്വസ്റ്റ്യൻ നിങ്ങൾ ഒരേ ആ ഒരു കമ്പാരിസൺ 3 ക്വസ്റ്റിനെ ഉള്ള ഒരു കമ്പാരിസൺ താരതമ്യം ചെയ്ത് തന്നെ നിങ്ങൾ പഠിക്കണം. ഈ 2 മെത്തേഡിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഏതാണോ എളുപ്പമുള്ള മെത്തേഡ് അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഇനി ചെറിയൊരു മാറ്റം നോക്കൂ. ഇവിടെ ആദ്യത്തെ 11 പദങ്ങളുടെ തുകയാണ്.
ഇതുവരെ നമ്മൾ ചെയ്ത് 10 പദം. 10 നിന്ന് 11 ആകുമ്പോൾ എന്താ വ്യത്യാസം? പദങ്ങളുടെ എണ്ണം ഓടായി, ഒറ്റയാകുമ്പോൾ ഒരു പ്രത്യേകത. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ സമ പല വ്യത്യസ്ത വീണ്ടും ഒരു വ്യത്യസ്തമായ ഒരു മാർഗം കൂടി അത് നമുക്ക് കാണാൻ സാധിക്കും. അതെന്താന്ന് നമുക്ക് ആദ്യം പറയാം. ഇവിടുത്തെ ഈ സീക്വൻസ് നോക്കൂ, 3യുടെ മൾട്ടിപ്പിൾസ് ആണ്. കോമൺ ഡിഫറൻസ് 3 ആണ്. 3യുടെ മൾട്ടിപ്പിൾസ് ആണ്. 3യുടെ മൾട്ടിപ്പിൾസ് ആകുമ്പോൾ ഇത് ഫസ്റ്റ് മൾട്ടിപ്പിൾ, കോമൺ ഡിഫറൻസിന്റെ ഫസ്റ്റ് മൾട്ടിപ്പിൾ, സെക്കൻഡ് മൾട്ടിപ്പിൾ, തേർഡ് മൾട്ടിപ്പിൾ. അപ്പൊ 11th ടേം ആരാ? 11th മൾട്ടിപ്പിൾ ആവും. 3യുടെ 11th മൾട്ടിപ്പിൾ, 11ാമത്തെ ഗുണിതം ആരാ? 33. അപ്പൊ ഇതിന്റെ സംഭവം നമുക്ക് കാണാം. ഇതിന്റെ സംഭവം കാണാൻ ഇത് പദങ്ങളുടെ എണ്ണം 11 ഒരു ഓഡ് നമ്പർ ആയതുകൊണ്ട്, ഒരു ഒറ്റ സംഖ്യ ആയതുകൊണ്ട് ഇതിനെ നമ്മൾ പെയർ ആക്കുമ്പോൾ, 11നെ പെയർ ആക്കുമ്പോൾ അവിടെ ഒരു മിഡിൽ നമ്പർ വരും. കാരണം 11 സാധനത്തെ നമുക്ക് ഈ 2 പേരുടെ ജോഡിയാകുമ്പോൾ പറഞ്ഞാൽ അധികം വരുള്ളൂ. അത് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ എടുക്കുന്നതുകൊണ്ട്, പുറകിനും മുന്നിന്നും പുറകിന്നും എടുക്കുന്നുണ്ട്, അങ്ങനെ പെയർ ആക്കുന്നുണ്ട് ഇതിന്റെ മിഡിലുള്ളതാണ് പെയറിൽ വരാതെ വരുന്നത്. ആരാ? 11ന്റെ മിഡിൽ ടേം ഏതാ വരിക? അത് കാണാൻ എളുപ്പമാണ്. ഇതിന്റെ ഈ 1ന്റെയും 11ന്റെയും നടുക്കാര് വരുന്നത് നോക്കിയാൽ മതി. 2 നമ്പറിന്റെ നടുക്ക് വരുന്ന സംഖ്യ കാണാൻ എന്ത് ചെയ്യുക? അത് രണ്ടും കൂട്ടി പകുതി ഉണ്ടാകും. അപ്പൊ 1ഉം 11ഉം കൂട്ടി എത്ര ഒരു 12. 12ന്റെ പകുതി ആരാ? 6. അപ്പൊ ഈ സീക്വൻസിലെ ആറാമത്തെ പൊസിഷനിലെ ടേം മിഡിൽ ടേം ആണ്. ഈ സീക്വൻസിലെ ആറാമത്തെ പൊസിഷനിലെ ടേം മിഡിൽ ടേം. അപ്പൊ മിഡിൽ ടേം മധ്യപദം. മധ്യപദം അതെന്ന് പറയുന്നത് ആരാണ്? 6th ടേം ആണ്. 6th ടേം. അപ്പൊ 6th ടേം എങ്ങനെ കാണാം? 6th ടേം എന്തായിരിക്കും? 3യുടെ 6th മൾട്ടിപ്പിൾ ആണ്. ആരാ? 18 ആണ്. അപ്പൊ ഇവിടെ വരുന്ന ടേം ആരാ? 18 ആണ്. അപ്പൊ ഈ മിഡിൽ ടേമിന്റെ പ്രത്യേകത നമ്മൾ മുന്നേ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഒരു നമ്പർ ഓഫ് ടേംസിലാണ് മിഡിൽ ഒരു ടേം വരിക. ആ മിഡിൽ ടേം ഉണ്ടെങ്കിൽ ആ ടേമിന്റെ പ്രത്യേകത ആ സീക്വൻസിന്റെ ആവറേജ് ആണ്, ശരാശരിയാണ്. അപ്പൊ സമ്മ് കാണാൻ എളുപ്പ ഒരു വഴിയുണ്ട്. തുക കാണാനുള്ള എളുപ്പ വഴി എന്താ? ആ മിഡിൽ ടേമിനെ, ആ 18നെ നമ്പർ ഓഫ് ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. കാരണം 18 ആരാ? ആവറേജ് ആണ്, ശരാശരിയാണ്. ശരാശരിയെ എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത തുക കാണാൻ പറ്റുമെന്ന് നമ്മൾ 6ാം ക്ലാസ്സിൽ ശരാശരി പഠിക്കുമ്പോൾ, ആവറേജ് പഠിക്കുമ്പോൾ പറയാറുണ്ട്. അപ്പൊ അതിന് മിഡിൽ ടേം എന്ന് പറയുന്നത് അവിടുത്തെ ശരാശരിയാണ്. ശരാശരിയെ എണ്ണം കൊണ്ട് ഗുണിച്ചു. അപ്പൊ നമുക്ക് ആ സംഖ്യകളുടെ മുഴുവൻ തുക കിട്ടും. അപ്പൊ 11 × 18 എത്രയാ വരിക? 198 ആൻസർ. ഇനി ഇതേ സീക്വൻസിന്റെ സമ്മ്, 11 ടേമിന്റെ തന്നെ സമ്മ് നമ്മൾ നേരത്തെ ചെയ്ത ഈവൻ നമ്പേഴ്സിൽ ചെയ്ത സം ഓഫ് എ പെയർ, ജോഡിയാക്കിയിട്ട് ജോഡികളുടെ സമ്മിനെ വെച്ചിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം. നോക്കൂ, ഇവിടുത്തെ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും കൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. 3യും 33യും കൂടി ആഡ് ചെയ്യാം. എത്ര കിട്ടും? 36. ഒരു പെയറിന്റെ സമ 36 ആണ്. അങ്ങനെ നോക്കിയാൽ അടുത്ത സെക്കൻഡ് ടേമും സെക്കൻഡ് ലാസ്റ്റ് ടേം 10ാമത്തെ ടേം 30. ആ 36 കൂടെ ആഡ് ചെയ്താലും 36 കിട്ടും. അപ്പൊ എങ്ങനെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും ആ പെയർ എടുത്തു കഴിയുമ്പോൾ ഉറപ്പായിട്ട് 36 കിട്ടും. അത് നമ്മൾ നേരത്തെ കണ്ടിട്ടില്ല. അപ്പൊ ഇതിന്റെ സമ്മ് കാണുമ്പോൾ ഇനി എന്താ ഇതിന്റെ ഒരു പ്രത്യേകത? ഓഡ് നമ്പർ ഓഫ് ടേംസ് ആയതുകൊണ്ട്, ഒറ്റ സംഖ്യ പദങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യ ആയതുകൊണ്ട്, 11 ഒറ്റ സംഖ്യ ആയതുകൊണ്ട് മിഡിൽ ഒരെണ്ണം പെയർ ആവാതെ വരും. അത് നമ്മളിവിടെ പറഞ്ഞു. അത് ആരാ പെയർ ആവാതെ വരുന്നത്? 18. പക്ഷെ ഈ 18ന് ഒരു പ്രത്യേകതയുണ്ട്. ആരാത്? 36ന്റെ പകുതിയാണ്. 36ന്റെ പകുതിയാണ് 18. ഈ സം ഓഫ് എ പെയറിന്റെ ഹാഫാണ് മിഡിലിൽ വരുന്ന ടേം ആയിട്ട് വരും. അപ്പൊ എന്ത് നമുക്ക് പറയാം? അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് സമ്മ് കാണുമ്പോൾ 36 ഇവിടെ പെയർ ആക്കുന്ന സമയം എത്ര പേരുണ്ടാവും? 11 എണ്ണത്തെ പെയർ ആകുമ്പോൾ 10 എണ്ണം പെയർ ആവും. നടുക്ക് വരുന്ന 6ാമത്തെ ടൈം പെയർ ആവാൻ നിൽക്കും. അപ്പൊ ആ 10 36 ഉണ്ടാവും, ഒരു 36ന്റെ പകുതി ഉണ്ടാവും. സോറി, 10 ടേമാണ്, 5 36. പെയർ ആക്കുമ്പോൾ 5 36. 11 ടൈമില് പെയർ ആക്കുന്ന സമയത്ത് 10 എണ്ണത്തെ നമുക്ക് പെയർ ആക്കാൻ പറ്റുള്ളൂ. നടുക്ക് വരുന്ന 6ാമത്തെ ടൈം പെയർ ആക്കാൻ പറ്റില്ല. അപ്പൊ ഈ 10 എണ്ണം പെയർ ആക്കുമ്പോൾ ആ പെയറിന്റെ ഒക്കെ സമ്മ് 36 ആണ്. അപ്പൊ 5 36 ഉണ്ടാവും, ഒരു 18 ഉണ്ടാവും. അതൊന്ന് പറയുന്നത് എത്ര? 36ന്റെ ഹാഫാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ 5 36ഉം ഒരു ഹാഫ് ഓഫ് ദ 36. അപ്പൊ നമുക്ക് എന്ത് പറയാം? 5.5 36 എന്ന് പറയാം. 5.5 36 ഉണ്ടാവും. അപ്പൊ നമുക്ക് അത് എങ്ങനെ വരുന്നു ചോദിച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. 36 ഒരു പെയറിന്റെ സമ്മാണ്. അത് എത്ര 36 ഉണ്ടാവും വെച്ചാൽ മൊത്തം ടൈം എത്രയാ? 11. 11ന്റെ പകുതി. 11ന്റെ പകുതി എത്രയാ? 5.5. 5 തന്നെയല്ലേ വരും. അപ്പൊ ഇവിടെ നമ്പർ ഓഫ് ടൈംസ് ഡിവൈഡ് ബൈ 2 ചെയ്താൽ ഇൻറ്റു സം ഓഫ് എ പെയർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ഇവിടെ 2, ഇവിടെ 2 × 18 എന്നുള്ളതിലെ 2ഉം 2ഉം ക്യാൻസൽ ചെയ്യാം.
സംബന്ധിച്ച് നമുക്ക് 11 into 18 അത് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. 11 into 18 equal to 198. അപ്പൊ നോക്കൂ, ഇവിടുത്തേക്കാൾ ഒരു സ്റ്റെപ്പ് കൂടുതൽ വന്നതേ ഉള്ളൂ. അവസാനത്തെ സ്റ്റെപ്പിൽ വരുന്നത് രണ്ടും ഒരുപോലെ തന്നെയാണ്. ഇനി ഇതിനെ നമുക്ക് ഏത് രീതിയിലും ചെയ്യാം. നാച്ചുറൽ നമ്പേഴ്സിന്റെ സം എന്നുള്ള ഐഡിയ ഉപയോഗിച്ചും ചെയ്യാം. അത് നമ്മൾ നേരത്തെ ഈ 10ൽ ചെയ്ത പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ആ ഒരു മൂന്നാമത്തെ മെത്തേഡും ഇതിൽ ഉപയോഗിക്കാം.